നമസ്കാരം, ഓണസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഇനിയാണ്. ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളുമായി ഇനിയ നമ്മുടെ കൂടെയുണ്ട്. ഹലോ, ഹായ്. ഓക്കെ, പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ്. അപ്പോൾ സുകുമാരക്കുറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടീസർ കാണുന്നത്. പക്ഷെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു കോമഡി ജോണറിൽ പോകുന്ന മൂവിയാണ്. അങ്ങനെ തന്നെയാണോ? അതെ. പക്ഷെ എന്റെ പോർഷൻ എനിക്ക് കുറച്ച് എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ് വരുന്നത്. കാരണം ഒരു പോലീസ് ഓഫീസർ ASP ഉമാ ഹിരൺമയി ആയിട്ടാണ് കഥാപാത്രമായിട്ടാണ് വരുന്നത് ഈ സിനിമയില്. ഭയങ്കര ഹൈപ്പുള്ള, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു നെയിം ഒക്കെയാണ്. ഭയങ്കര വെയിറ്റ് ഉള്ള പവർഫുൾ വെയിറ്റ് ഉള്ള നെയിമാണ്. സിനിമ മൊത്തത്തിൽ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെ പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ചോദ്യം ചെയ്യാൻ വരുന്ന, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. കുറച്ച് ചെറിയ പോർഷനേ ഉള്ളൂ, എങ്കിലും എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷെബി സാറ് വന്നിട്ട് സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ബാലതാരമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ കരിയർ സ്റ്റാർട്ടിങ്ങിൽ, ഡയറക്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഷോർട്ട് ഫിലിംസിലും ആൽബമുകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതുപോലെ ഞാൻ സിനിമ എടുക്കുമ്പോൾ ഇനിയെ വിളിക്കും എന്നുള്ളത്. അപ്പൊ അത് ഓർത്തിരുന്നു ഡയറക്ടർ. എന്നിട്ട് എന്നെ ഒരു കഥാപാത്രത്തിലേക്ക് പ്ലേസ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഷെബി സാറിന് താങ്ക് യു പറയുന്നു. ബിക്കോസ് 2019 ശേഷം റിലീസാവുന്ന എന്റെ മലയാള പടമാണിത്. ആണോ? അതെ, മാമാങ്കത്തിന് ശേഷം. ഓക്കെ, ഞാൻ പക്ഷെ വെറുതെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോ DNA കണ്ടായിരുന്നു. ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ല, DNA ആക്ച്വലി അത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഥാപാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മൂവിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ആ സിനിമയിൽ അവരെ കഥാപാത്രം അവര് റീപ്ലേസ് ചെയ്തു. ആക്ച്വലി വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അവര് ഷൂട്ട് ചെയ്തു. അപ്പം പിന്നെ ഞാൻ അതിന് പിന്മാറി. അല്ല, ഡേറ്റ് ഇഷ്യൂസ് അല്ല, അവര് വേറെന്തോ റീസൺ കാരണമാണ്. അതിപ്പം ഈ ഇന്റർവ്യൂല് പറയണമെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ആ പടത്തിൻ്റെത് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഫസ്റ്റ് 2-3 ഡേയ്സ് അവർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഥാപാത്രം പറഞ്ഞ രീതിയിലല്ല, അവര് കുറെ മാറ്റിയൊക്കെ ഷൂട്ട് ചെയ്തു. സ്ക്രിപ്റ്റിൽ പറഞ്ഞ രീതിയിലേക്കാളും കുറച്ച് മാറ്റി ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 3 ഡേയ്സോളം വെയിറ്റ് ചെയ്തു റൂമില്. അവർ ഫൈറ്റ് സീക്വൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 5 ഡേയ്സായി 6 ഡേയ്സായി അങ്ങനെ കുറെ ദിവസം വെയിറ്റ് ചെയ്തു. പിന്നെ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്കും ഷൂട്ടിംഗ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആകെപ്പാടെ മെസ്സായി, പടം മൊത്തത്തിലൊന്ന് മെസ്സായി. അപ്പൊ ഞാൻ ആ പടത്തുനിന്ന് പിന്മാറി. അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ സ്ക്രിപ്റ്റിലേക്ക് വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ മാറ്റുന്നത് ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. സ്ഥിരം സംഭവം ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ആളുകളും ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, സിനിമ നോ, ലൈക്ക് സംടൈംസ് ഇറ്റ്സ് ഹാപ്പൻസ്. ലൈക്ക് എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും എല്ലാ ഭാഷയിലും അങ്ങനെ സംടൈംസ് വന്നിട്ട് കഥ ചിലപ്പം ഓൺ ദ സ്പോട്ടിൽ എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആവാറുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കാം, എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, പോലീസ് ഓഫീസർ ആയിട്ട് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ആണോ? അല്ല, റൈറ്റർ പടത്തിൽ തമിഴിൽ ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ട്. കോഫി എന്ന് പറയുന്ന എന്റെ ഹീറോയിൻ പറഞ്ഞൊരു സിനിമയിലും ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് യൂണിഫോം ഇടുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ ഈ കഥ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും പോലീസാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കുറച്ചും കൂടി കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അതെ അതെ, ഞാൻ കുറച്ചുകൂടെ സ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അഡ്വഞ്ചറസ് ക്യാരക്ടർ ഇഷ്ടമാണ്. അപ്പോൾ തമിഴിൽ ചെയ്തപ്പം പോലീസ് ഓഫീസറായിട്ട് ചെയ്തപ്പോൾ ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു കോഫി മൂവിയില്. റൈറ്റർ പടത്തിൽ ഹോഴ്സ് റൈഡിങ് സീനൊക്കെ ഉണ്ടായിരുന്നു. പാരഞ്ജിത്ത് സാറിന്റെ പ്രൊഡക്ഷനിൽ ചെയ്ത, ഫ്രാങ്ക്ലിൻ ഡയറക്ഷൻ ചെയ്ത പടമാണ് റൈറ്റർ. സമുദ്രക്കനി സാറാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രം ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഡയലോഗ്സിലാണ് പവർഫുൾ ആയിട്ടുള്ളത് കുറച്ച്. ആണോ? ഡയലോഗ് ഡെലിവറീസ് ചോദ്യം ചോദിക്കല്ലേ, അപ്പൊ അങ്ങനെ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടൊക്കെ ചോദിക്കണമല്ലോ. അപ്പൊ ഡബിംഗ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി എനിക്ക് ഈ പടത്തിന്റെ ഡബിങ് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ലൈവ് സ്പോട്ട് ഡബിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ റീഡബിങ് ചെയ്യുന്ന സമയത്ത് വിളിച്ചു. അപ്പൊ ഞാൻ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ്ങിലായി പോയി. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തു, തെലുങ്ക് മൂവി. അപ്പൊ ഹൈദരാബാദിലായതുകൊണ്ട് ഡബിങ് ചെയ്തില്ല. ഓക്കെ, എനിക്ക് മലയാളത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അതർ ഭാഷകളിലേക്ക് പോകാൻ, അതർ ലാംഗ്വേജ് ചെയ്യാൻ. അതർ ലാംഗ്വേജിലാണ് ഞാൻ ഉള്ളത്. ആക്ച്വലി ഐ എം സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ തമിഴ് ആസ് എ ഹീറോയിൻ ഇൻ വാഗേ സുഡോവ, നാഷണൽ അവാർഡ് മൂവി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് പിന്നെ കണ്ടിന്യൂസ് തമിഴ് സിനിമകളാണ് ചെയ്തത്. 2014 കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. മലയാളത്തിൽ 2014 to 2017 ചെയ്തു. പിന്നെ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ 2019 മാമാങ്കം ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെയും തമിഴിലാണ്
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആൻഡ് ഓൾസോ ഐ എം സെറ്റിൽഡ് ഇൻ ചെന്നൈ. എനിക്കൊരു ബ്രാൻഡ് ഉണ്ട് സ്വന്തമായിട്ട്, 2 ബ്രാൻഡ് ഉണ്ട്. അനോറ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫാഷൻ ബ്രാൻഡും ആത്രയ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഡാൻസ് പ്രൊഡക്ഷനും രണ്ടും ചെന്നൈയിലാണ്. ഓൺട്രപ്രണർ കൂടിയാണ്. അപ്പൊ ചെന്നൈയിലാണ് സെറ്റിൽഡ് കൂടുതലും. അപ്പൊ മലയാളത്തില് വളരെ ചൂസി ആയിട്ട് നല്ല പ്രോജക്ട്സുകൾ മാത്രം സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടാണ് മലയാള സിനിമകളെ കുറച്ച് കുറവ്. അതെ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അവിടെ ആയതുകൊണ്ട് തമിഴിലേക്കായിരിക്കും കുറച്ചുകൂടി കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ഭാഷയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന ഭാഷ താല്പര്യമൊന്നുമില്ല. അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റോള് ഏത് ഭാഷയിലായിരുന്നാലും ഏത് നല്ലത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോജക്ട്സുകൾ സെലക്ട് ചെയ്യും. കന്നഡ ചെയ്തിട്ടുണ്ട്, ശിവരാജ് കുമാർ സാറിന്റെ കൂടെ കന്നഡ മൂവി ദ്രോണ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്ക് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നു. മലയാളത്തില് നല്ല സബ്ജക്ട്സ് വരുമ്പോൾ മാത്രം ആക്ടിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള റോൾസ് വിളിക്കുമ്പോൾ ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ്. ഇത്രയും ഒരു 2005 മുതൽ സിനിമയിൽ ബാലതാരമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 20 years ആയി. ആദ്യത്തെ 5 വർഷം ബാലതാരമായിട്ട് ഷോർട്ട് ഫിലിംസിലും അതുപോലെ ടെലിഫിലിംസിലും ചില സിനിമകളിലൊക്കെ ഞാൻ ഗസ്റ്റ് ആയിട്ടും ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഹീറോയിൻ ആയത് തമിഴിലേക്ക് എൻ്റർ ആയപ്പോഴാണ് ഹീറോയിൻ ലെവലിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ ഞാനിപ്പോ കുറച്ച് നല്ല സിനിമകളിലെ, അതായത് മൾട്ടി സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവീസിൽ പർട്ടിക്കുലർ റോൾ, ക്യാമിയോ റോൾ, ഗസ്റ്റ് റോൾ, സ്പെഷ്യൽ റോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ ഒരു കഥ വരുമ്പോഴത്തേക്കും മൊത്തം സ്ക്രിപ്റ്റ് കേൾക്കും, അത് സ്വന്തം പോർഷൻ മാത്രമാണോ കേൾക്കുന്നത്? എങ്ങനെ? മൊത്തം സ്ക്രിപ്റ്റ് കേൾക്കും. മൊത്തം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മളെ റോൾ എന്താണ്, അല്ലെങ്കിൽ കഥയിൽ ഏത് പോർഷനിലാണ് നമ്മുടെ ഭാഗം വരുന്നത് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. മാത്രമല്ല അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഫുള്ള് സ്റ്റോറി കേൾക്കാറുണ്ട്. പിന്നെ രണ്ടാമത് എൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻഡെപ്ത് ആയിട്ടും കേൾക്കാറുണ്ട്. എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും മാനറിസം കൊടുക്കണോ, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഹോം വർക്ക് ചെയ്യണോ, പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, റെഫറൻസ് എടുക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിന് സമയം കൊടുക്കാറുണ്ട്. ഹറി ബറിയായിട്ട് ഇങ്ങനെ അടുത്തടുത്ത പ്രോജക്ട്സ് എടുത്ത് പോകാറില്ല. ബട്ട് ഐ വിൽ പ്രിപ്പയർ മൈസെൽഫ് ഫോർ ഈച്ച് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഒരു ക്യാരക്ടർ കിട്ടി അതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് വന്ന് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. വാഗേസുഡവ സിനിമ ചെയ്തപ്പോൾ, തമിഴ് സിനിമ ചെയ്തപ്പോൾ അതിൽ ടീ കടക്കാരിയായിട്ടാണ്, ചായക്കടക്കാരി പെൺകുട്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് മധുരയിൽ നിന്നൊരു ലേഡി വന്ന് എനിക്ക് ശരിക്കും ആ ചായ അടിക്കുന്ന സീനൊക്കെ പഠിപ്പിച്ചു തന്നു. സീക്വൻസ് ഒക്കെ പഠിപ്പിച്ചു. ലാംഗ്വേജ്, തഞ്ചാവൂർ ലാംഗ്വേജ് അത് പ്രാക്ടീസ് ചെയ്തു. അപ്പോഴൊന്നും പ്യുവർ തമിഴാണ് തഞ്ചാവൂർ സ്ലാങ് വരുന്നത്. അപ്പൊ അതിലൊരു എന്താ ഓരോ നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ മലബാർ ഭാഷ, പിന്നെ ട്രാൻഡ്രം സ്റ്റൈൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കോട്ടയം ഭാഷ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മറ്റു സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ ലാംഗ്വേജ്, നമുക്കൊരു കഥാപാത്രത്തിന് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ലവ്ലി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ലേ, സ്വർണ്ണക്കടുവയിൽ ചെയ്തപ്പോഴും തൃശ്ശൂര് സ്റ്റൈലാണ് ഭാഷ. അപ്പൊ അതിലും ആ ഒരു ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ? എന്തോ തൃശ്ശൂർ ഭാഷയിലോട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ? അത് ലവ്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആ ഒരു ടച്ചുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാനിപ്പം ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ലൈക്ക് 2-3 ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് പേഴ്സണലി. ഓക്കെ, അത് ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് ഏത് മൂഡായാലും കുഴപ്പമില്ല, ഇപ്പോൾ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരിക്കും ലൊക്കേഷനിൽ, അടുത്തത് ഒരു കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും എടുക്കേണ്ടത്, പക്ഷെ ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ സഡൻലി എനിക്കത് വരും. അങ്ങനത്തെ ഒരാളാണോ, അത് മൂഡ്സ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനും കൂടെ അങ്ങനെ ആവണം എന്നുള്ള ഒരാളാണോ? മിക്സ്ഡ് ആണ് എൻ്റെത്. ലൈക്ക് എനിക്ക് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നാലും ഞാൻ എൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അപ്പം ഇപ്പം സംബഡി ഈസ് ടോക്കിംഗ് ബിഹൈൻഡ് മീ ഓൾസോ ഐ വോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഐ വിൽ ഫോക്കസ് ഓൺ വാട്ട് മൈ സീൻ ഇസ്. എൻ്റെ സീക്വൻസ് എന്താണോ അത് ഞാൻ ഫോക്കസ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ സാഡ് സീനും ചില ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയർ ഒക്കെ സൈലന്റ് ആവാറുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റ് അറ്റ്മോസ്ഫിയർ കിട്ടാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആകുമ്പം താനേ കണ്ണീരൊക്കെ വരാനും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഇമോഷൻസ് സട്ടിലായിട്ടൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റാറുണ്ട്. ചില സമയം ഡയറക്ടറൊക്കെ കട്ട് പറയാൻ മറന്നു പോകും. അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടാറുണ്ട്. സോ ഐ എം വെരി കംഫർട്ടബിൾ വെൻ ഡൂയിങ് ഇമോഷൻസ് ടു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ഈ
മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്തതിൽ വെച്ച് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു? അയാൾ സിനിമയിലെ ചക്കര എന്ന് പറയുന്ന ക്യാരക്ടർ, സ്വർണ്ണക്കടുവയുടെ ലവ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, മാമാങ്കത്തിലെ ഉണ്ണിനീലി എന്ന് പറയുന്ന ക്യാരക്ടർ, അങ്ങനെ. പിന്നെ പെങ്ങളില എന്ന് പറയുന്ന സിനിമയിൽ ചെയ്ത ക്യാരക്ടറിന് എനിക്ക് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഈ അവാർഡ്സ് കിട്ടുമ്പോഴേ നമുക്ക് അവസരങ്ങൾ കൂടും, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൂടും, അങ്ങനെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ടോ? അവാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഒരു കഴിവിൻ്റെ അംഗീകാരമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അംഗീകരിക്കപ്പെടുന്നതെന്ന് പറയുന്ന ഒരു നല്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രിവിലേജ് കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രൊഫഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നും ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടി തരും. മാത്രമല്ല ഒരു കലാകാരന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വേദി കിട്ടുക എന്നുള്ളതാണ്. അപ്പം കുറേ ആൾക്കാരുടെ മുന്നിൽ വേദിയിൽ നമ്മൾക്കൊരു അവാർഡ് തരിക എന്ന് പറയുന്നത്, ആ ഒരു പ്രശംസ എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവാർഡുകൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതനുസരിച്ച് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുമ്പം അത് കാണാനും അതുപോലെ അത് റിസീവ് ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ റെമ്യൂണറേഷനോ അല്ലെങ്കിൽ അവസരങ്ങളോ ഒന്നും ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നില്ല. ഡിപ്പെൻസ് ആക്ച്വലി. നമ്മളിപ്പോൾ നാഷണൽ അവാർഡ് മൂവിയൊക്കെ ചെയ്തപ്പോൾ, ഇപ്പോൾ ഞാൻ വാഗേസുടവ നാഷണൽ അവാർഡ് മൂവിയാണ്, അപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് എനിക്ക് കിട്ടി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട്. ദാറ്റ് റിഫ്ലക്റ്റഡ് മൈ കരിയർ വെരി ഗുഡ് ആക്ച്വലി. അവാർഡ് ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ നല്ല അഭിനേത്രിയാണ് എന്നുള്ളത്. അപ്പം ആ ഒരു അവാർഡിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു അവസരങ്ങൾ കിട്ടാനുള്ള ഒരു ചാൻസും കൂടെ. അങ്ങനെ എല്ലാ അവാർഡ് കിട്ടിയ ചാൻസ് കൂടുമെന്നല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചില വലിയ വലിയ അവാർഡ്സുകൾ കിട്ടിയ ആർട്ടിസ്റ്റുകൾ പിന്നെ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് ഓഫറുകൾ വന്നിട്ടും അവർ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ ഡിസിഷൻ അനുസരിച്ചിരിക്കും. അവാർഡ് കിട്ടിയാൽ ഒരുപാട് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൂടും, അങ്ങനെയല്ല. അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഓപ്ഷൻസും ചൂസ് ചെയ്യുന്ന പ്രൊജക്ട്സും അല്ലെങ്കിൽ സിനിമയോട് നമ്മൾ കാണിക്കുന്ന താല്പര്യവും അനുസരിച്ചിരിക്കും. ഈ സിനിമ പ്രൊജക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും അഡ്വൈസ് ഒക്കെ? തീർച്ചയായിട്ടും. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒപ്പം നിന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. അമ്മയാണ് പ്രോജക്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് വീട്ടിൽ. അച്ഛനാണ് ഫിനാൻസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെ, ഞാൻ ചെറിയ വയസ്സ് തൊട്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഷൂട്ടിംഗ് സെറ്റിലും എൻ്റെ കൂടെ സ്റ്റാഫും അസിസ്റ്റൻസും എല്ലാവരും ഉണ്ടാവും. എല്ലാ സെറ്റിലും മുടങ്ങാതെ അച്ഛനും അമ്മയും കൂടെ വന്ന് ഷൂട്ടിംഗ് കാണാനൊക്കെ വരാറുണ്ട്. ആക്ച്വലി എൻ്റെ മമ്മിയുടെ ഡാഡിയുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇത്രയും ഒരു വലിയ നിലയിൽ എത്താനുള്ളൊരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അച്ഛൻ മമ്മൂക്കയുടെ കൂടെ ആഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അമ്മയുടെ കാര്യവും, മമ്മിക്ക് ഈ ഡാൻസ്, ഈ ഒരുക്കങ്ങൾ, പിന്നെ ഈ ആടയാഭരണങ്ങളൊക്കെ ഇടുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഞങ്ങൾ രണ്ടുപേരെയും, എന്നെയും ചേച്ചീനെയും ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടാക്കി. ക്ലാസിക്കൽ ഡാൻസും പഠിച്ചു. ഒരു മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. കരകുളം മണിക്കുട്ടൻ മാഷാണ് എൻ്റെ ഗുരു. ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യത്തിലാണ് ആദ്യം ട്രെയിൻ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഡാൻസും അതുപോലെ സ്കൂളിലെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പോയി പ്രൈസൊക്കെ മേടിച്ചിട്ട് വരും. അപ്പം ഡാഡിയും മമ്മിയും ഞങ്ങൾ പ്രൈസൊക്കെ മേടിച്ച് വീട്ടിൽ വരുമ്പം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടും എൻ്റെ കരിയറിന് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ടായി. അച്ഛനും അമ്മയും ഇങ്ങനെ രണ്ടുപേരും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഡാൻസിൻ്റെ കാര്യം പറയുമ്പം, ഈ ഷോസൊക്കെ വരുമ്പം എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും, ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം, ആ ലുക്ക് കൊണ്ടുവരണം, ഈ സിനിമ കാണും, ഈ സിനിമയിൽ ആ ഹീറോയിൻ ചെയ്തിരിക്കുന്ന പോലത്തെ ലുക്കൊക്കെ ചെയ്യും. പഴയ ആർട്ടിസ്റ്റുകളെ നോക്കിയിട്ട് ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറയും. അതുപോലെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമ കാണും. മിക്കപ്പോഴും അച്ഛനും അമ്മയും ഫാമിലി എല്ലാവരുമായിട്ട് ഇരുന്ന് സിനിമ കാണും. അതുപോലെ ഡാൻസ് ഷോസ് കാണും. അങ്ങനെ പിന്നെ ചെറിയ വയസ്സിൽ അച്ഛൻ AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് ഷോസൊക്കെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഷോസൊക്കെ കാണാൻ പോകും, എക്സിബിഷൻസ് ഒക്കെ കാണാൻ പോകും, പെയിൻറ്റിങ് എക്സിബിഷൻസ് കാണും. അങ്ങനെ കലാരംഗമായിട്ട് കുഞ്ഞിലേ തന്നെ അച്ഛനും അമ്മയും കൂടെ നിന്ന് വളർത്തിയെടുത്ത അവരിലെ ആഗ്രഹങ്ങളും കൂടിയാണ് ഞാനും ചേച്ചിയൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബിസിനസ് ഉണ്ട്, കൂടെ സിനിമയുണ്ട്, ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഒരു എഫേർട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ മൾട്ടി ടാസ്കിങ്. ആക്ച്വലി ആക്ടർ എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആളുണ്ട്, നോക്കാൻ. പക്ഷേ ആക്ടർ ആവാൻ എഫേർട്ട് ഉണ്ട്. ബട്ട്
എനിക്ക് കുറച്ചുകൂടി ബിസിനസ് കുറച്ചുകൂടി ടഫായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ബീങ് എൻ ഓൺട്രപ്രനർ കുറച്ചുകൂടി നമ്മൾ എല്ലാ കാര്യത്തിലും A to Z കാര്യത്തിലും നമ്മളുടെ ശ്രദ്ധയും നോട്ടവും എല്ലാം വേണം. മാത്രമല്ല ഡെയിലി നമുക്ക് ഓരോരോ എക്സ്പെരിമെൻ്റ് ആണ്, ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിക്കാൻ മാത്രമല്ല അറിയാൻ പറ്റും. ദർ വിൽ ബി സം പ്രോബ്ലം, വി ഹാവ് ടു മേക്ക് എ സൊല്യൂഷൻ ഓൾവേസ്. ഡെയിലി മാർക്കറ്റ് ചേഞ്ച് ചെയ്ത് ഡെയിലി ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം ഉണ്ടാകും, ആ പ്രോബ്ലമിന് ഒരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇറ്റ്സ് എ ടീം എഫേർട്ട് ആക്ച്വലി. സോ ബിസിനസ് ഇസ് വെരി നോട്ട് ദാറ്റ് ഈസി ടു ഡു. പക്ഷേ സംഹൗ ഐ എം മാനേജിങ് ബിക്കോസ് ഐ ഹാവ് എ വെരി ഗുഡ് ക്രൂ. ഇപ്പോൾ ഡാൻസ് പ്രൊഡക്ഷൻ ആയിരുന്നാലും എൻ്റെ മാസ്റ്റർ അരുൺ നന്ദകുമാർ സാറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ സ്റ്റുഡൻസ് നമുക്ക് 25 സ്റ്റുഡൻസ് ഇപ്പോൾ സ്ട്രെങ്ത് ഉണ്ട്. 2-3 ബാച്ചുകളായിട്ട് ഇനിയും സ്റ്റുഡൻസ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ബ്രാൻഡിൻ്റെ ലോഞ്ച് നടത്തിയത് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ്. പിന്നെ അനോറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചിയാണ് അതിൻ്റെ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് ടീം ഹെഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ കീഴിൽ ഡിസൈനേഴ്സും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐ വിൽ ബി ദ ഡയറക്ടർ ഫോർ ഓൾ ദ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളുടെ ടീമിനൊരു ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഒരു നല്ല ക്രൂവും ടീമും ഒക്കെ ഉള്ളതുകൊണ്ട് മാനേജബിൾ. സോ അതുകൊണ്ടാണ് ഞാൻ കാലത്ത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതുപോലെ ഇൻ്റർവ്യൂസോ ഈവൻസോ സിനിമ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ രണ്ടും ഈക്വലായിട്ട് 24 hours ടൈമുണ്ട്. എല്ലാവർക്കും ടൈം ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ടൈം മാനേജ്മെന്റ് ഐ എം ഡൂയിങ് ഇറ്റ് റിയലി വെൽ ഐ തിങ്ക്. ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പഞ്ച്വൽ എന്ന് പറയാൻ പറ്റില്ല, സിനിമാക്കാർക്ക് പഞ്ച്വാലിറ്റി കുറച്ച് കുറവാണ്. അതായത് ബിസിനസ്സുകാരും കൂടെ ആകുമ്പോഴത്തേക്കും ബിസിനസ്സിൽ ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ബിസിനസ് ഓൺട്രപ്രണർ അവാർഡ്സ് ഒക്കെ, ബിസിനസ് സമ്മിറ്റ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും ചില സമയത്ത്. ഞാൻ YEF യങ് ഓൺട്രപ്രണർ ഫെഡറേഷൻ്റെ മെമ്പറാണ്, തമിഴ്നാട് ഓൺട്രപ്രണർ അസോസിയേഷൻ്റെ മെമ്പറുമാണ് അബ്രോഡിൽ ദുബായിൽ. പിന്നെ അതുപോലെ സൗദിയിലെ ഒരു ഡാൻസ് കമ്പനിയിൽ ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഹെഡാണ്. ദുബായിൽ GMFL എന്ന് പറയുന്ന ഒരു ഫാഷൻ ചാനൽ കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറും കൂടിയാണ്. അപ്പം ദീസ് ഓൾ റെസ്പോൺസിബിലിറ്റീസ് ഐ എം ടേക്കിംഗ് കെയർ. സോ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോകും. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ആക്ച്വലി. ഐ ഹാവ് ടു ഡു സംതിങ് എന്നുള്ള രീതിയിൽ ബിസി ആയിരിക്കാം. ഇത് ഐഡിയ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിന് മുന്നേ വെറും ഒരു ആക്ടർ മാത്രമായിരുന്നു. ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനാണ് എന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ആക്ച്വലി. സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, ലേബൽ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ബിക്കോസ് ഒരു താരമായിട്ടാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. സോ ഓൾവേസ് ഐ ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ആക്ടിങ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ആരായിട്ടാണ് വരുന്നത്? എനിക്ക് വന്നിട്ട് നമ്മുടെ ഈ പിള്ളേരില്ല, നമ്മുടെ ഋഷിനും അവരുടെ കൂടെയൊക്കെയാണ് കൂടുതൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്ന മെജോറിറ്റി പോർഷൻസിലാണ് വരുന്നത്. അപ്പം അല്ലാതെ ഓൾ ആർട്ടിസ്റ്റായിട്ട് കോമ്പിനേഷൻ ഒന്നുമില്ല. ബട്ട് കഥയിൽ നോക്കുമ്പോൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന പോലെ തോന്നും. കണക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ ഡയറക്റ്റ് സീൻസ് വരുന്നില്ല. ഓക്കെ. എവിടെയായിരുന്നു ഷൂട്ടൊക്കെ കൂടുതലും? ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്തിരുന്നത്. വന്നിരിക്കുന്നത്. എനിക്ക് ഫൺ റൈഡ് അറ്റ് കോഫി ഷോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോഫി ഷോപ്പിലെ സീൻസുകളിലും ഇല്ല. അത് കുട്ടികളുടെ അവരുടെ അബു സലീമക്കയും ഋഷിനും സൂര്യയും അങ്ങനെ അവര് പിള്ളേർ സെറ്റിന്റെ ഒരു സീക്വൻസ് ഒക്കെയാണ് വരുന്നത് കോഫി ഷോപ്പിൽ. ഓക്കെ. ഈ പേര് ആദ്യം കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എങ്ങനെ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സുകുമാരക്കുറുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി പറഞ്ഞിരുന്നപ്പം പറഞ്ഞു ഇതൊരു ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ്. ഈ ടൈറ്റിൽ പേര് വെച്ചിരിക്കുന്നത് അബു സലീമൊക്കെ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ്. അപ്പൊ സുകുമാരക്കുറുപ്പിന്റെ ഗ്യാങ് ആണ് ആ കുട്ടികൾ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടൈറ്റിൽ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിലാണ്, ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള ടൈറ്റിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിലും ഈ ഒരു സിനിമയുടെ ഒരു മേജർ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ഓണം എത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണം പ്ലാനിങ്സ് എന്തൊക്കെയാണ്? ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം ചെന്നൈയിലായതുകൊണ്ട് ഇല്ല, കേരളത്തിലും സെറ്റിൽഡ് ആണ്. വീട് ബേസ് കേരളത്തിലാണ്. ചെന്നൈയിലും വീടുണ്ട്, ഇവിടെയും വീടുണ്ട്. അച്ഛനും അമ്മയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്ത് വരാറുണ്ട്. ഇപ്പം ഞാനും ചേച്ചിയും ഷൂട്ടിലാണെങ്കിലും ഞങ്ങൾ 2 മാസത്തിലൊരിക്കൽ എന്തായാലും നമ്മുടെ ഹോം ടൗൺ വരാറുണ്ട്, ട്രിവാൻഡ്രത്ത് വരാറുണ്ട്.
അപ്പോൾ നമ്മൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. പിന്നെ മാക്സിമം എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ ഫെസ്റ്റിവലിനും ഒരുമിച്ച് ഉണ്ടാവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓണം ഇത്തവണ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ട്രിവാൻഡ്രത്ത് കേരളത്തിലുണ്ടാവും. നാട്ടിലാണ്, ഇവിടെയാണ് ആഘോഷിക്കുന്നത്, ഇങ്ങോട്ട് വരും. കേരളത്തിലല്ലേ ഓണം സ്പെഷ്യല്, അപ്പൊ തമിഴ്നാട്ടിൽ ഓണം ഇല്ല, അവിടെ ഹോളിഡേയ്സും ഇല്ല. കേരളത്തിലാണ് ഓണം ഉള്ളതും ഹോളിഡേയ്സ് ഉള്ളതും. അപ്പൊ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ വരും ഇങ്ങോട്ട്. അല്ല, ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണ്, എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കേരളം വിട്ടാലാണെങ്കിൽ ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ചില സമയത്ത് ഖത്തറിലും ദുബായിലും ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. ഇന്റർനാഷണലി ഓണം പരിപാടികളൊക്കെ നടക്കാറുണ്ട്, എക്സിബിഷനും അതും ഇതൊക്കെ. പിന്നെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നു പണ്ട് വെള്ളംകളി അങ്ങനത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ പോവുക, നല്ല സദ്യ ഒരുക്കുക, അതുപോലെ റിലേറ്റീവ്സിനെ എല്ലാവരും കാണാൻ പോവുക, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, ഓണക്കോടിയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തവണ ഞാൻ എല്ലാവർക്കും ഓണക്കോടി എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. അതെ, ഓണം ഷോപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക തകൃതിയായിട്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ കരിയറിൽ എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ഇപ്പം 2005 ബാലതാരമായി വന്നു, ഇപ്പോൾ 2024 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും? 2014 to 17 അങ്ങനെ പറയാം. 2014 to 17 ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു പീരീഡാണ്. കാരണം ഞാൻ ആ ഗ്രോയിങ് സ്റ്റേജിലാണ്. ആക്ച്വലി ഞാൻ ആക്ടിങ് സ്ഥിരമായിട്ട് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണോ അതോ ഞാൻ വേറെ എന്തെങ്കിലും പഠിച്ച് സംബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അത്. ബട്ട് ആ സമയത്ത് എൻ്റെ മമ്മി ഡാഡിയും പറഞ്ഞു രണ്ടും കൊണ്ടുപോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നാലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സായിട്ടാണ് BBA കംപ്ലീറ്റ് ചെയ്തത്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതെന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ലോക്ക്ഡൗൺ പീരീഡ് വന്നപ്പോൾ സിനിമ എന്താവുമെന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബിസിനസ്സിലേക്ക് തുടങ്ങിയത്. ഓക്കെ, കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ടിങ്. കോവിഡ് ടൈമിലാണ് തോട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്തത്. കോവിഡ് കഴിഞ്ഞ ഉടനെ ലോഞ്ച് ചെയ്തു. ഓക്കെ, അപ്പം എനിക്ക് സിനിമയാണ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബാക്ക് ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് സിനിമയോടാണ്. സിനിമയും ഡാൻസും ഒക്കെയാണ് പാഷനായിട്ടുള്ളത്. പിന്നെ പഠിച്ച കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് സ്റ്റഡീസും ഒപ്പം കൂടെ കൊണ്ടുപോയതുകൊണ്ട് ഐ എം ഹാൻഡ്ലിങ് ഇറ്റ് വെൽ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ സിനിമ അല്ലെങ്കിൽ സിനിമാ മേഖല കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ സിനിമ എന്ന് പറയുന്നത് അഭിനേതാക്കൾ മാത്രമല്ല. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടുമൊത്തമായിട്ട് പറയുക, എല്ലാ ഭാഷയും ചേർത്ത് പറയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. ഓക്കെ, ഇത്രയും ഭാഷകളാണ് നമ്മൾ മെജോറിറ്റി കാണാറുള്ളത്. ദർ ആർ അതർ ലാംഗ്വേജസ് ഓൾസോ, ചൈനീസ്, കൊറിയൻ, സ്പാനിഷ്, അങ്ങനെ കുറേ മൂവീസ് ഉണ്ട്. ബട്ട് സിനിമ എന്ന് പറയുന്ന മേഖല വെറും അഭിനേതാക്കൾ മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 142 മേലെ 142 മേലെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുള്ള ഒരു മേഖലയാണ് സിനിമ. അപ്പം സിനിമയിൽ എന്ന് പറയുന്നത് വെറുതെ ആർട്ടിസ്റ്റുകളെ മാത്രം ക്രൂശിക്കുക, അല്ലെങ്കിൽ അവർ മോശം ഇവർ മോശം അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരിത്. പക്ഷേ ചില ആൾക്കാരുണ്ട്, വളരെ വിരളം ആൾക്കാർ ചില മോശപ്പെട്ട അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അവർക്ക് മോശമായേക്കാം. അപ്പോൾ അതുകൊണ്ട് സിനിമ ഇൻഡസ്ട്രി മോശമാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ചെറിയ വയസ്സ് തൊട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ യാതൊരു തിക്ത അനുഭവങ്ങളോ മോശമായിട്ടുള്ള അനുഭവങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഇടവും വലവുമായിട്ട് എനിക്ക് ടീമും എൻ്റെ ഫാമിലിയും അതുപോലെ. എപ്പോഴും ലൊക്കേഷനിൽ അങ്ങനെ എല്ലാവരും ആയിട്ടാണോ പോകുന്നത്? എനിക്ക് മലയാളം സിനിമ എനിക്ക് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഓരോ സിനിമ ചെയ്തും പുറത്ത് പോകുമ്പം 30 ദിവസം 40 ദിവസം നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ടൊരു റാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഒരു സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്, അയ്യോ ഈ ഫാമിലിയെ വിട്ട് പോകുമല്ലേ എന്നുള്ളത്. തമിഴ് സിനിമയിലൊന്നും അങ്ങനെ തോന്നാറില്ല, കാരണം അവർ ഷെഡ്യൂളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു, പുറത്ത് പോകുന്നു, അങ്ങനെ. ബട്ട് when it comes to മലയാളം സിനിമ എനിക്ക് ഐ ഫീൽ ലൈക്ക് മോർ ഫാമിലി ഓറിയൻറ്റഡ്. പിന്നെ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ചില മാറ്റം വരാനുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചില നിയമങ്ങളും അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങിൻ്റെ രീതിയിലായിരുന്നാലും, ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് രീതിയിലായിരുന്നാലും, കാസ്റ്റിംഗ് മാനേജ്മെൻറ്റ് രീതിയിലായിരുന്നാലും, പ്രൊഡക്ഷൻ ആൻഡ് വർക്കിംഗ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളായിരുന്നാലും കുറേയൊക്കെ ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് ശേഷം ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു.
ഓക്കെ, എന്തായാലും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നല്ലൊരു റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.